നമസ്കാരം. ഇന്ന് യാദൃശ്ചികമായിട്ടൊരു സിനിമ കാണാൻ ഇടയായി. സിനിമയുടെ പേര് അഞ്ചരക്കള്ളൻ കോക്കായ്. ഒരു രക്ഷയില്ല, ഒരു കിഡിലോസ്കി പടം. കിഡിലോസ്കി എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി വൈബിൽ കാണേണ്ട ഒരു സിനിമയാണ് ഈ സിനിമ. ഇതിലെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലുക്മാൻ്റെ ക്യാരക്ടറാണ്. ലുക്മാൻ്റെ ഒരു പല തരത്തിലുള്ളൊരു ഷെയ്ഡ് ക്യാരക്ടറാണ്. ലുക്മാനൊക്കെ ശരിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ അദ്ദേഹം കുറച്ചുകൂടെ ഞെട്ടിച്ച് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ലുക്മാൻ്റെ ക്യാരക്ടർ. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടർ. ചെമ്പൻ വിനോദിനെ നമുക്കറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു ടൈപ്പ് ക്യാരക്ടർ ചെയ്ത് കളക്കപ്പെടേണ്ട ഒരാളല്ല. കാരണം അദ്ദേഹം അങ്ങനത്തുള്ള ക്യാരക്ടർ അദ്ദേഹം ചെയ്യത്തില്ല. കാരണം അദ്ദേഹത്തിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ അദ്ദേഹം ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്തൊരു വില്ലൻ കഥാപാത്രം, ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത അദ്ദേഹം എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടറും ചെയ്യും. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറയാൻ സ്പോയിൽ പറയട്ടെ. ഈ സിനിമയിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടർ മനോഹരമായിട്ട് അദ്ദേഹം കാഴ്ചവെക്കപ്പെടും. അദ്ദേഹം കിഡിലോസ്കിയാണ് ചെയ്യുന്നത്. പിന്നെ പറയേണ്ടത് മണികണ്ഠൻ ആചാര്യയുടെ. മണികണ്ഠൻ ആചാര്യ നമുക്കറിയാം, അദ്ദേഹം ബാലേട്ടൻ അടിക്കട എന്ന് പറയുന്ന ക്യാരക്ടറെ കൊണ്ടുവന്ന മണികണ്ഠൻ ആചാര്യ. പക്ഷേ അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ വൈബും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസും എല്ലാം വളരെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു